ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് നല്ലൊരു ബോക്സി ടൈപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മുന്നിലായി ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 9 കിലോമീറ്ററും വണ്ടർലയിലേക്ക് 2.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. ഒരു കോർണർ പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്നുണ്ട്. 2 ഭാഗത്തും വഴി ലഭിക്കുന്നുണ്ട്. പഞ്ചായത്ത് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്നുണ്ട്. ചുറ്റുമതിലെല്ലാം ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തന്നെയാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്റർലോക്ക് കട്ടയാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ഇവിടെ ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. ഡോറിൻ്റെ മുന്നിലായി ചെറിയൊരു സിറ്റ് ഔട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിറ്റ് ഔട്ടിന് ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് കയറി വരുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 5 അടി നീളം വരുന്ന വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഈ ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. ആ ഒരു TV ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രൊവിഷൻ റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡൈനിങ് ഹാളിൽ ഇരുന്ന് കണ്ട് നമുക്ക് TV കാണാനുള്ള ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. നല്ലൊരു പെരുമാറാൻ രീതിയിലുള്ള ഒരു സ്പേസ് ഈ ഒരു ഡൈനിങ് ഹാളിലായി ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം നമുക്ക് കാണാം. കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചണിൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തായി ഹാങ്ങിങ് ലൈറ്റുകളും നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുക. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കായാണ്. കിച്ചൻ്റെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ള ടൈല് മാറ്റി ഫിനിഷിൽ വരുന്ന ടൈലുകളാണ്. മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇനി നമുക്ക് ഇവിടെ നിന്നും ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് വരുന്നത്. ഏകദേശം 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വിൻഡോ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇത് ഏകദേശം 110ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്നൊരു ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ലഭ്യമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ കാണാം. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റീലാണ് ഇവിടെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി ഇനി നമുക്ക് നേരെ 1ാമത്തെ നിലയിലേക്ക് വരാം. നേരെ കയറി വരുമ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഭിത്തിയിലെല്ലാം വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത്.
മുകളിലെ നിലയിലായി 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് ലഭിക്കുക. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഏകദേശം 150ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി സ്പേസും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ഡോറും വിൻഡോയുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതിനും അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂമും ലഭ്യമാണ്. നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ലഭിക്കുക. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. മുകളിലെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമും 140ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂമിലും അത്യാവശ്യം വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും നമുക്ക് ലഭിക്കും. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കബോർഡ് വർക്കും വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭ്യമാവുക. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന 4 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 4 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 69 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.